വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബ സുരക്ഷാ പദ്ധതി വിതരണം ചെയ്തു. സ്നേഹസ്പർശം പദ്ധതിയിലാണ് തുക വിതരണം ചെയ്തത്. കൊല്ലം കടവൂരിലായിരുന്നു പരിപാടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 13 കോടി രൂപ നൽകുന്നതിന്റെ ഉദ്ഘാടനമാണ് കടവൂരിൽ നടത്തിയത്. മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ വ്യാപാരി വ്യവസായി ഒരു ശക്തമായ നിലയിലുള്ള സംഘടനയുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആനുകൂല്യങ്ങളൊന്നുമില്ല. അവരുടെ കുടുംബം പുലർത്തി പോകുവാൻ വേണ്ടി മാത്രമാണ് വ്യാപാരി വ്യവസായികൾ ഓരോ സംരംഭങ്ങളും ഓരോ ചെറിയ വ്യവസായങ്ങളും അവർ ആരംഭിച്ചിട്ടുണ്ട്. പലയിടവും നമുക്കറിയാം, ചെറിയ തട്ടുകടയിൽ ഉൾപ്പെടെയുള്ള നടത്തുന്ന ഒരുപാട് വ്യാപാരികളുണ്ട്. ചെറിയ മുറുക്കാൻ കടയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പലതും വിൽപ്പന നടത്തുന്ന ചെറിയ ചെറിയ വ്യാപാരികളുമുണ്ട്. പക്ഷെ അവരൊക്കെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായി വരുവാനും അവരൊക്കെ തന്നെ മരണപ്പെടുമ്പോൾ ആ കുടുംബങ്ങളെ സഹായിക്കുവാൻ പ്രിയപ്പെട്ട നമ്മുടെ ഈ ഏകോപന സമിതി മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് ആയാലും ഒരു വീട് വിൽക്കുവാൻ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എന്നാൽ വ്യാപാരി വ്യവസായി മരണപ്പെട്ട ആ കുടുംബങ്ങളെ സഹായിക്കുവാൻ 10 ലക്ഷം രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഇന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു 10 ലക്ഷം കിട്ടുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു മാറ്റമാണ്. ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. വി സുരേന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ധന്യ രാജു, എസ് കബീർ, രാജീവ് കടപ്പാക്കട, ആന്റണി പാസ്റ്റർ, രാജീവ് കരിക്കോട്, വൈ ഷാജഹാൻ, അൻസാരി, നേതാജി രാജേന്ദ്രൻ, ഭാവിസ് വിജയൻ, ടി എൻ ഉണ്ണികൃഷ്ണൻ, ജി ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിലാൽ, അനിൽകുമാർ, ഷിറാസ്, സുനിൽകുമാർ, സുൽഫിക്കർ എന്നിവരുടെ ആശ്രിതർക്കാണ് 10 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.